ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിസിറ്റി സമരത്തെ പറ്റിയാണ് നോക്കുന്നത്. തൃശ്ശൂരിൽ വൈദ്യുതി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ ഷൺമുഖം ചെട്ടിക്ക് എതിരായി നടന്ന സമരമാണ് ഇലക്ട്രിസിറ്റി സമരം. പിന്നീട് ഇത് തൃശ്ശൂർ കോർപ്പറേഷനാണ് ഏറ്റെടുക്കുന്നത്. വൈദ്യുതി പ്രക്ഷോഭം അഥവാ ഇലക്ട്രിസിറ്റി സമരം നടന്നത് 1936. ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം 1936. കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയത് ഈ ഇലക്ട്രിസിറ്റി സമരത്തിലൂടെയാണ്. ഇലക്ട്രിസിറ്റി സമരത്തിന് നേതൃത്വം നൽകിയത് AR മേനോൻ, ഇക്കണ്ട വാര്യർ, ഇ ഉണ്ണി എന്നിവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി നോക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഗാന്ധിജിയും കോൺഗ്രസും അംഗീകരിക്കുന്ന അഹിംസാ പരിപാടി അപര്യാപ്തമാണെന്നും റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പിലാക്കിയ വിപ്ലവ പരിപാടികളാണ് കൂടുതൽ അഭികാമ്യമെന്നും ചിന്തിച്ച കോൺഗ്രസിലെ തന്നെ ചില നേതാക്കൾ ആരംഭിച്ച സംഘടനയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമാകുന്നത് 1934 മെയ് 2-നാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 മെയ് 2-നാണ് രൂപീകൃതമാകുന്നത്. 1939 ഡിസംബറിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളുടെ രഹസ്യ സമ്മേളനം നടന്നത് തലശ്ശേരിയിലെ പിണറായിയിലാണ്. മറക്കരുത്, 1939 ഡിസംബറിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാരുടെ രഹസ്യ സമ്മേളനം നടക്കുന്നത് പിണറായിയിൽ വെച്ചാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമായിരുന്നു പിണറായി സമ്മേളനം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്നത് 1940 ജനുവരി 26. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്നത് 1940 ജനുവരി 26. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളാണ് EMS നമ്പൂതിരിപ്പാട്, AKG, P കൃഷ്ണപിള്ള എന്നിവർ. അപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളായിരുന്നത് EMS നമ്പൂതിരിപ്പാട്, AKG, P കൃഷ്ണപിള്ള എന്നിവരാണ്. തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് യൂത്ത് ലീഗ്.